നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദ കാഫിർ പ്രയോഗം പോസ്റ്റ് പിൻവലിച്ച് കെ ലതിക. പിന്നാലെ ഫേസ്ബുക്കും ലോക്ക് ചെയ്തു. വിവാദ കാഫിർ പ്രയോഗ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ച് CPM നേതാവും മുൻ MLAയുമായ കെ ലതിക. പോസ്റ്റ് വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടും സ്ക്രീൻഷോട്ട് തന്റെ ഫേസ്ബുക്കിൽ നിന്ന് ലതിക പിൻവലിക്കാത്തതിനെതിരെ ഇന്നലെ UDF രംഗത്ത് വന്നിരുന്നു. ലതയ്ക്കെതിരെ കേസെടുക്കണമെന്ന് UDF നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ക്രീൻഷോട്ട് പിൻവലിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് തലേന്നായിരുന്നു വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് ഇടത് സൈബർ പേജായ അമ്പാടിമുക്ക് സഖാക്കളിൽ പ്രത്യക്ഷപ്പെട്ടത്. വിവാദമായതോടെ പോസ്റ്റ് അമ്പാടിമുക്ക് സഖാക്കൾ ഡിലീറ്റ് ചെയ്തു. എന്നാൽ പോസ്റ്റ് വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടും ലതിക സ്ക്രീൻഷോട്ട് പിൻവലിച്ചിരുന്നില്ല. ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവ് എന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞത് തെറ്റായി പ്രചരിപ്പിച്ചെന്ന് സുരേഷ് ഗോപി. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്ന് പറഞ്ഞതിനാലാണ് തിരുത്തലുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയത്. ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവാണ് എന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധിയാണെന്നാണ് പറഞ്ഞത്. കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധിയുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അത് തെറ്റായി പ്രചരിപ്പിച്ചു. ഇത്തരം കാര്യങ്ങൾ മുഖവിലക്കെടുക്കില്ല. ഇത്തരത്തിലാണെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് അകലുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രയോഗത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തന്റെ പ്രവർത്തനം തൃശൂരിൽ മാത്രം ഒതുങ്ങില്ലെന്നും തമിഴ്നാട്ടിലും തന്റെ ശ്രദ്ധ ഉണ്ടാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. SIയെ കാറിടിച്ച് തെറിപ്പിച്ച കേസ്. പ്രതിയായ 19കാരൻ പിടിയിൽ. പാലക്കാട് വാഹന പരിശോധനയ്ക്കിടെ SIയെ ഇടിച്ചു വീഴ്ത്തിയ കേസിലെ പ്രതി പിടിയിൽ. കാർ ഓടിച്ചിരുന്ന അലൻ എന്ന 19കാരനെ പട്ടാമ്പിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാളെ തൃത്താല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. അപകട സമയം അലനൊപ്പം ഉണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷ് ആണെന്ന് അലൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. മലയാളി യാത്രക്കാർക്ക് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം. സൈനികരടക്കം 4 പേർ അറസ്റ്റിൽ. സേലം കൊച്ചി ദേശീയപാതയിൽ രാത്രിയിൽ മലയാളി യാത്രികർക്ക് നേരെ ആക്രമണം. 3 കാറിലായി എത്തിയ മുഖംമൂടി ധരിച്ച 15അംഗ സംഘമാണ് കാർ അടിച്ചു തകർത്തത്. തുടർന്ന് കവർച്ചയ്ക്കും ശ്രമിച്ചു. പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദിഖിനെയും സംഘത്തെയുമാണ് ആക്രമിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ കോയമ്പത്തൂർ മധുരക്കര സ്റ്റേഷൻ പരിധിയിലെ NND ബൈപ്പാസിലായിരുന്നു ആക്രമണം. അസ്ലമും ജീവനക്കാരും ബംഗളൂരുവിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. അക്രമികൾ ഉപദ്രവിച്ചെങ്കിലും അതിവേഗം കാറോടിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് യുവാക്കൾ പറഞ്ഞു. തുടർന്ന് ചെക്ക് പോസ്റ്റിലും മധുക്കര പോലീസ് സ്റ്റേഷനിലും എത്തി പരാതി നൽകി. സംഭവത്തിൽ പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേശ് ബാബു, കുന്നത്തുപാളയം സ്വദേശി വിഷ്ണു, മല്ലപ്പള്ളി അജയകുമാർ എന്നിവരെ മധുക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് നിന്നാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റു പ്രതികൾ ഒളിവിലാണ്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സമ്മതിച്ച് കേന്ദ്രമന്ത്രി. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 2ഇടങ്ങളിൽ ക്രമക്കേട് നടന്നെന്നാണ് വിവരം. സർക്കാർ പ്രശ്നത്തെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ക്രമക്കേടിന് പിന്നിൽ NDAയിലെ എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും രക്ഷപ്പെടില്ലെന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉറപ്പു നൽകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മെയ് 5-നാണ് രാജ്യത്തെ 4750 സെന്ററുകളിലായി നീറ്റ് പരീക്ഷ നടന്നത്. ഏകദേശം 24 ലക്ഷം കുട്ടികളാണ്